അപ്പോസ്തലന്മാരുടെ അപ്പോസ്തല എന്നറിയപ്പെടുന്ന വിശുദ്ധ മറിയം മഗ്ദലനയുടെ തിരുനാളാണ് സഭ ഇന്ന് ആഘോഷിക്കുന്നത്. ഏവർക്കും തിരുനാളിൻ്റെ മംഗളാശംസകൾ ഏറെ സ്നേഹത്തോടെ നേരുന്നു. എന്തുകൊണ്ടാണ് ഈ വിശുദ്ധയെ മാത്രം അപ്പോസ്തലന്മാരുടെ അപ്പോസ്തല എന്ന് വിളിക്കുന്നത്? എല്ലാത്തിൽ നിന്നും ഒരുപടി മുകളിൽ നിൽക്കാൻ ഈ സാധു സ്ത്രീക്ക് കാരണമായതെന്തായിരുന്നു? ഒറ്റവാക്കിൽ പറയാവുന്ന ഇത്രയേ ഉള്ളൂ: അടുത്തിരിക്കാൻ മനസ്സുണ്ടെങ്കിൽ ദൈവം അകമഴിഞ്ഞ് സ്നേഹിക്കും. അതുതന്നെയാണ് മറിയം മഗ്ദലനയുടെ ജീവിതത്തിൽ സംഭവിച്ചത്. അവൾക്ക് ക്രിസ്തുവിൻ്റെ അടുത്തിരിക്കാൻ ഒത്തിരി ഇഷ്ടമായിരുന്നു. ജീവിതത്തിൻ്റെ പാപാവസ്ഥയിലായിരുന്നപ്പോഴും ജീവിതത്തിൻ്റെ വിശുദ്ധിയുള്ള നിമിഷങ്ങളിലും. അതുകൊണ്ട് തന്നെ ഏതൊരു സാഹചര്യത്തിലൂടെ കടന്നു പോകുമ്പോഴും ക്രിസ്തുവിൻ്റെ അടുത്തായിരിക്കുവാൻ അവൾ ആഗ്രഹിച്ചു. അങ്ങനെ ആഗ്രഹിച്ചതിൻ്റെ ഗുണം പിന്നീട് യേശുവിൻ്റെ കുരിശുമരണത്തിന് ശേഷം ശിഷ്യന്മാരൊക്കെ കഥകടച്ചിരുന്നു. പക്ഷെ അപ്പോഴും അവൾക്ക് ആ സ്നേഹത്തെ വിട്ടുപോകാൻ തോന്നിയില്ല. അതുകൊണ്ട് അവൾ കല്ലറയ്ക്കടുത്തായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു സ്നേഹത്തിനും അവളെ വേർപിരിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് സത്യം. മരണത്തിന് പോലും നമ്മളെ വേർപെടുത്താൻ കഴിയില്ല എന്ന് ഒരാൾ മനസ്സിലുറപ്പിച്ചാൽ പിന്നീട് ആർക്ക് തോൽപ്പിക്കാനാകും? അതുകൊണ്ട് തന്നെ അവൻ്റെ ശരീരം എവിടെ ഉണ്ടായിരുന്നോ അവിടെ അവളുടെ മനസ്സും ഉണ്ടായിരുന്നു. അങ്ങനെ ക്രിസ്തുവിൻ്റെ കല്ലറയ്ക്ക് മുമ്പിൽ അവൾ വെറുതെ കരഞ്ഞുകൊണ്ട് നിന്നു. പക്ഷേ ഈ കണ്ണീരിനെ കണ്ട് തമ്പുരാന് വെറുതെ ഇരിക്കാൻ കഴിയില്ലല്ലോ. അത്രത്തോളം അഗാധമായ സ്നേഹത്തോടുകൂടി ഒരാൾ കണ്ണുനീർ വാർത്ത് കരഞ്ഞാൽ അവളുടെ പൊന്നു തമ്പുരാന് പ്രത്യക്ഷപ്പെടാതിരിക്കാൻ കഴിയില്ല. അങ്ങനെ ആ കണ്ണുനീരിന് മുമ്പിൽ ക്രിസ്തു പ്രത്യക്ഷപ്പെട്ട് ചോദിച്ചു, സ്ത്രീയെ, എന്തിനാണ് നീ കരയുന്നത്? എത്ര മനോഹരമായൊരു ചോദ്യമാണല്ലേ. ഒരു കണ്ണുനീരിന് മുമ്പിൽ ദൈവത്തിന് പ്രത്യക്ഷപ്പെടാതിരിക്കാൻ കഴിയില്ല എന്ന് ഓർമ്മിപ്പിക്കുമ്പോൾ ആ ദൈവത്തിന് ചോദിക്കാനുള്ള ചോദ്യവും ഇതുതന്നെയാണ്: എന്തിനാണ് നീ കരയുന്നത്? ഈ തിരുനാൾ നമുക്ക് ഓരോരുത്തർക്കും നൽകുന്ന വെളിച്ചം ഇതാണ്. ചിലരൊക്കെ ജീവിതത്തിൻ്റെ ഭാരങ്ങളാൽ ഒത്തിരി കരയുന്നുണ്ടാകാം, ഒത്തിരി സങ്കടത്തോടെ വേദനിക്കുന്നുണ്ടാകാം. പക്ഷേ ഒരു കാര്യം മാത്രം ഓർത്തിരിക്കണം: ഈ മനുഷ്യരുടെ മുമ്പിൽ കരഞ്ഞ് നിലവിളിച്ചൊക്കെ ജീവിതം കഴിച്ചു തീർക്കുമ്പോൾ എന്നെങ്കിലും ഒരിക്കൽ ഒരു വെളിച്ചം കിട്ടുന്ന അവസരത്തിൽ ക്രിസ്തുവിൻ്റെ അടുത്തിരുന്ന് കരയാൻ മനസ്സ് കാണിക്കണം. അവൻ്റെ അടുത്തിരിക്കുന്നവർക്ക് അവൻ പ്രത്യക്ഷപ്പെടാതിരിക്കില്ല. അവൻ്റെ അടുത്തിരുന്ന് കണ്ണുനീർ വാർക്കുന്നവർക്ക് ആ കണ്ണുനീർ ആനന്ദമാകാതിരിക്കില്ല. മറിയം മഗ്ദലന നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിലെ ഒരു സാധ്യതയാണ്. പാപിനി എന്ന് ലോകം വിശേഷിപ്പിക്കാൻ തക്ക വിധത്തിൽ ജീവിച്ച ഒരു പെൺകുട്ടി പിന്നീട് സഭയിലും ലോകത്തിനും വിശുദ്ധിയായി മാറിയെങ്കിൽ അതിനൊറ്റ കാരണമേ ഉള്ളൂ: അവൾക്ക് അവനെ പിരിയാൻ കഴിയാത്ത സ്നേഹമുണ്ടായിരുന്നു. പൗലോസ് അപ്പോസ്തലൻ പറയുന്ന പോലെ ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് നമ്മെ ആർക്ക് വേർപിരിക്കാനാകും? അങ്ങനെ ജീവിച്ച് കാട്ടിയവളാണ് മറിയം മഗ്ദലന. അതുകൊണ്ട് കല്ലറയ്ക്ക് മുമ്പിൽ അവൾ വാവിട്ട് കരഞ്ഞു. ക്രിസ്തു ആ കണ്ണുനീർ തുടച്ചു മാറ്റി. വലിയ അത്ഭുതം അവൾ ഈ ഭൂമിയിൽ കണ്ടു. പ്രിയമുള്ളവരെ, നമ്മുടെയും ജീവിതത്തിലെ ആഴമായ കണ്ണുനീരിന് തുടയ്ക്കാതിരിക്കാൻ നമ്മുടെ ദൈവത്തിന് കഴിയില്ല എന്ന വലിയൊരു ചിന്ത ഈ തിരുനാളിലുണ്ടാകട്ടെ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.
സ്തുതി പാടും